ഹായ്, എല്ലാവർക്കും നമസ്കാരം. നല്ല തിരക്കുള്ള ദിവസമാണ് എങ്കിലും ഒരു വിഷയം പെട്ടെന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. വേറൊന്നുമില്ല, ഒരുപാട് ആൾക്കാർ ക്രൂശിക്കപ്പെടുന്ന മനുഷ്യന്മാരുണ്ട്. നമ്മൾ ഒരാളെ ക്രൂശിക്കുമ്പോൾ അയാളുടെ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങൾ അതിൽ കടന്നു വരും. അതിൽ രാഷ്ട്രീയമാവാം, മതമാവാം, വിശ്വാസങ്ങളാവാം, പലതും ആവാം. പക്ഷേ നമുക്ക് നമ്മുടേതായ ഒരു വിശ്വാസവും നമ്മുടേതായ വ്യക്തി താല്പര്യങ്ങളും ഉള്ളതുപോലെ തന്നെ മറ്റൊരാൾക്കും അയാളുടേതായ വ്യക്തി താല്പര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഒരാളെ നമ്മൾ ക്രൂശിക്കുമ്പോൾ ക്രൂശിക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരാളായതുകൊണ്ട് അയാൾ പറയുന്നതോ അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ എന്തെങ്കിലും ഒരു മൈന്യൂട്ടായിട്ട് ഫോൾട്ടുള്ള ഭാഗം മാത്രം പൊക്കി പിടിച്ചിട്ട് അവരിങ്ങനെ ചെയ്തു അവരങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് അയാളെ സമൂഹത്തിലും കുടുംബത്തിലും അയാളുടെ ജോലി സ്ഥലത്തും എത്രത്തോളം അയാളെ മോശക്കാരനാക്കി കാണിക്കാൻ പറ്റുമോ അത്രത്തോളം മോശക്കാരനാക്കി കാണിക്കുന്ന പ്രവണത വല്ലാതെ കൂടി വരുന്നുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് കാലഘട്ടം ഭൂമിയിൽ നമ്മളുള്ളൂ. എന്തിനു വേണ്ടി ഇപ്പോൾ എനിക്ക് 2 ദിവസം മുമ്പുണ്ടായ 2 ദിവസമല്ല ഇന്നലെ ഉണ്ടായ ഒരു സംഭവം ഞാൻ പറയാം. ഒരു ആരാണെന്നറിയില്ല, അതും ഒരു കാരണം തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് ഒരു മെസ്സേജ് ഇതുപോലെ വന്നിരുന്നു. ഒരു ആൾ എനിക്ക് മെസ്സേജല്ല, ഞാൻ വേറൊരു പോസ്റ്റിനിട്ട കമൻറ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയാൾ എൻ്റെ ഫേസ്ബുക്കിൽ ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അടിയിൽ കൊണ്ടുവന്നിട്ട് അയാൾ ഇട്ടു. ഞാൻ അതിനെ പ്രതികരിക്കാനോ ചോദ്യം ചെയ്യാനോ ഒന്നും ഞാൻ പോയില്ല. ഞാൻ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, അയാളെ ബ്ലോക്ക് ചെയ്തു. അപ്പം നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് എല്ലാത്തിനുണ്ട്. ഫേസ്ബുക്കിൽ മാത്രമല്ല, നമ്മൾ പറയുന്ന കാര്യങ്ങളെ ഒരാൾ എതിർത്തുകൊണ്ട് വരുമ്പോൾ നമുക്ക് അവരെ എതിർത്ത് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ, നമ്മളെ മാനസികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ ലൈഫിലും നമുക്ക് അവരെന്താക്കാം, ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. അത് നമ്മൾ പബ്ലിക്കായിട്ട് അയാളെ കുറേ ചീത്ത വിളിക്കുകയോ അല്ലെങ്കിൽ അയാളെ ഒരു പ്രതിസന്ധിയിലാക്കുകയോ ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്കങ്ങനെ തോന്നാറില്ല, ഞാനങ്ങനെ ചെയ്യാറില്ല. പക്ഷേ ഇന്നലെ വേറൊരു വിഷയം ഉണ്ടായിരുന്നു. ഞങ്ങൾ കൊടുങ്ങല്ലൂർക്ക് പോകുന്ന വഴി കൊടുങ്ങുപള്ളി എന്ന് പറയുന്ന ചേരമാഞ്ചുമ മസ്ജിദ്, ചേരമാമ്പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു ഓട്ടോറിക്ഷക്കാരൻ ഓട്ടോറിക്ഷ ഇട്ടിട്ട് ഞങ്ങൾ വരികയാണ് വണ്ടി കൊണ്ടിട്ട്. അപ്പോൾ വരുമ്പോൾ ഇയാൾ ഡോറ് തുറന്നപ്പോൾ ഞാൻ കണ്ടു ബാക്കിൽ നിന്ന് അയാൾ ഡോറ് ഇങ്ങനെ തുറക്കണം. പക്ഷേ ഞങ്ങളിങ്ങനെ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് വണ്ടി റൈറ്റിലേക്ക് വെട്ടിക്കാൻ പറഞ്ഞു. അപ്പോൾ റൈറ്റിലേക്ക് വെട്ടിച്ചിട്ട് ഇവിടെ പോയപ്പോൾ ഞാൻ ഇവനോട് ഈ ഓട്ടോറിക്ഷ ചെറിയ പയ്യനാണ്, അവനോട് ഞാൻ പോടാ എന്ന് പറഞ്ഞു. ഇതന്നെ ഞാൻ പറഞ്ഞത്. അപ്പം തന്നെ അവൻ പോടി എന്ന് പറഞ്ഞിട്ട് എന്നെ തിരിച്ച് മറുപടി പറഞ്ഞു. അപ്പം ഞാൻ തിരിച്ച് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, നീ എന്താ കാണിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് പറയണം, റോട്ടിൽ കൂടെ പോകുമ്പോൾ സൂക്ഷിച്ചു പോകണം, റോട്ടിൽ കൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ സൂക്ഷിച്ചു പോകണം. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ സൂക്ഷിച്ചത് കൊണ്ടാണ് ഞങ്ങൾ റോട്ടിൽ വീഴാതിരുന്നത്. സൂക്ഷിച്ചില്ലായിരുന്നെങ്കിൽ നീ ഡോറ് തുറന്നപ്പോൾ ഇങ്ങനെ വന്ന് പറയാൻ എനിക്ക് പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവൻ കുറച്ച് സംസാരിച്ച് വലിയൊരു ഇഷ്യൂവിന് നിന്നില്ല, ഞങ്ങളങ്ങോട്ട് പോന്നു. അവൻ എന്നോട് പോയി കേസ് കൊടുക്കാനൊക്കെ പറഞ്ഞു. എനിക്ക് അവൻ്റെ കുറേ കേസും കൊടുത്തടക്കം എനിക്ക് തലയ്ക്ക് വട്ട. അവൻ എവിടെയെങ്കിലും കൊണ്ടത് ചാർത്തിക്കോളും. അത്ര നമ്മൾ റോട്ടിലായാലും എവിടെയായാലും എന്തിനായാലും ഒരു സംസ്കാരമുണ്ട് വണ്ടി ഓടിക്കുന്നതിന്. ഇതിക്ക് മുമ്പ് ഒരു ദിവസം തൃശ്ശൂർ പോവുകയാണ്, എൻ്റെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് തൃശ്ശൂർ പോകുമ്പോൾ ഇതുപോലെ ഒരു ചേട്ടൻ പെട്ടെന്ന് സൈഡാക്കി വണ്ടി നിർത്തിയിട്ട് ഡോറിങ്ങനെ തുറന്നു. അന്നും ഞങ്ങൾ ശ്രദ്ധിച്ചത് കൊണ്ട് നേരെ അങ്ങോട്ട് പോകാൻ പറ്റി. ചെറിയൊരു റോഡാണത്. ഇതുപോലെ തന്നെ ഒരു പിക്കപ്പിൻ്റെ ഡോർ അങ്ങോട്ട് തുറന്നു. എൻ്റെ കയ്യും കാലൊക്കെ വിറച്ച് കഴിഞ്ഞാൽ വണ്ടി സൈഡാക്കി നിർത്തിയിട്ട് എനിക്കൊരു 10-15 മിനിറ്റ് എനിക്ക് പറ്റണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്ക് ഈ ചേട്ടൻ കൂടി വന്നിട്ട് എന്നോട് കുറേ സോറി പറഞ്ഞു, മോളെ എൻ്റെ മോളും വണ്ടി ഓടിക്കുന്നതാണ്, അപ്പം ഇങ്ങനെ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ഇപ്പം ആ ചേട്ടനല്ല വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവറാണ്. ഡ്രൈവർക്ക് ഒന്നിന് പോകാൻ വേണ്ടിയിട്ട് സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ പെട്ടെന്ന് നിർത്തിയാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ്, ഒരു സെക്കൻഡ് ഞങ്ങൾ ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങളിന്ന് പടായെന്ന് ചേട്ടാന്ന് പറഞ്ഞു. അത്രയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ പല കാര്യങ്ങളിലും
എന്താണ് പലതും നമ്മൾ പറഞ്ഞതിൻ്റെ ഇടയിൽ കൂടെ അത് പറഞ്ഞതുള്ളൂ. നമ്മൾ എന്താ പറയുക, മറ്റുള്ളവരെ ക്രൂശിക്കാൻ നിൽക്കുമ്പോൾ നമ്മളെ ഭാഗത്ത് ഈ ക്രൂശിക്കുന്ന ആളും നമ്മളും, അപ്പം അവരുടെ ഭാഗത്തെ തെറ്റ് നമുക്കിഷ്ടപ്പെടാത്തൊരു കാര്യം അവർ പറയുമ്പോൾ, അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെടാത്ത ഒരാളായതുകൊണ്ട് അയാൾ എന്ത് പറയുമ്പോഴും അയാളെ കയറി നമ്മളെങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും സമൂഹത്തിൽ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മളും അയാളും ഏകദേശം എന്താ പറയുക, നിങ്ങൾ അയാളോട് ചെയ്യുന്ന അത് നിങ്ങളോട് അയാൾ എന്താണോ ചെയ്തത് അത് തന്നെയാണ് അയാളും അല്ല സോറി തെറ്റിപ്പോണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടു. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.